അറിയ രുചികളുടെയും കാണാക്കാഴ്ചകളുടെയും മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ജയ്പൂരിലുള്ള പിങ്ക് #, കഫേ ഉണ്ടാക്കി തന്നിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന മെയിൻ കോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ മെയിൻ കോഴ്സിലേക്ക് പോകാം. അപ്പം നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് ഈ ഡിഷസ് ഉണ്ടാക്കി തരുന്ന ഷെഫ്സിനെയും അതേപോലെ തന്നെ ഈ കഫേയുടെ ഓണറിനെയും ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. സോ സോന മാഡം, വെൽക്കം ടു ദ ഷോ വൺസ് അഗൈൻ. ആൻഡ് ഹായ് ശിശുപാൽ ജി, ഇദ്ദേഹമാണ് ഇന്നലെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കി തന്നത്. സോ അഗൈൻ താങ്ക് യു ഫോർ കമ്മിങ് ടു ദ ഷോ. ആൻഡ് what are we making today? Navratan korma. Why is it having a name like that? This is all about a combination of vegetables and fruits. Like a khatta meeta, we can say. Okay. So you can see the video. All right. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നവരത്തൻ കോർമ എന്ന് പറയുന്നിട്ടുള്ള ഒരു മെയിൻ കോഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആ ഒരു പേര് വരാൻ കാര്യം അതിനകത്ത് വെജിറ്റബിൾസും ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട്. അപ്പം ആ ഒരു എരിവും ഉപ്പും ആ ഒരു മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവരത്തൻ കോർമ എന്നതിന് പേര് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം പാനിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഗീ ആണ്, പിന്നീട് കാഷ്നട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പുറകെ ബേബി കോൺസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ പീസ് അരിഞ്ഞത് അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ സോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം കാഷ്നട്ടും വെജിറ്റബിൾസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. पाइनएप्पल, ओके, पाइनएप्पल चेरी ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ये क्या है? वाइट ग्रेवी. ओ वाइट ग्रेवी का इंग्रेडिएंट्स ഓക്കെ. അപ്പോൾ ഒരു കാഷ്നട്ട് പേസ്റ്റ് ആണ് പിന്നീട് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേവി ആയിട്ട്, ഒരു വൈറ്റ് ഗ്രേവി എന്നാണ് അവർ അതിന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ബേബി കോൺ, ഗീ, കാഷ്നട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് അവർ നല്ലപോലെ അത് ആ ഒരു കാഷ്യൂ പേസ്റ്റിൽ സോട്ട് ചെയ്യാണ്. ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം ആട്ടോ. വീണ്ടും കുറച്ച് ഗീ ആഡ് ചെയ്യാണ്. ये प्योर घी है? ओके, प्योर घी ആട്ടോ ആഡ് ചെയ്യുന്നത്. Is this a side dish or a main course? This is the main course. This is a main course. You can have it as such. Okay. അപ്പോൾ ഇതൊരു കറി പോലെ ഒന്നും അല്ല. ഈവൻ ദോ കോർമ എന്നുള്ളൊരു പേരുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് ഒരു മെയിൻ കോഴ്സ് ഡിഷാണ്. ഇതൊരു കറി പോലെ ഒന്നും കഴിക്കുന്നതല്ല. ഇത് ഭയങ്കര ഹെൽത്തി ആണ്. ഇറ്റ്സ് വെരി ഹെൽത്തി, റൈറ്റ്? യാ, കാരണം ഇതിനകത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയിട്ടാണിത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ആ ഒരു എരിവും അപ്പം ആ ഒരു ചെറിയൊക്കെ ആഡ് ചെയ്തതിൻ്റെ ആ ഒരു മധുരവും എല്ലാം കൂടി ഒന്നിച്ച് കിട്ടുന്ന ഒരു അടാർ ഐറ്റം നവരത്തൻ കോർമ. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത് കടായി പനീറിൻ്റെ പ്രിപ്പറേഷനാണ്. വായു. അപ്പോൾ കടായി പനീറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പനീർസ് ആണ് നേരത്തെ പീസ് ആക്കിയത്. ഇപ്പോൾ ഒരു സവാളയുടെ ഒരു പകുതി എടുത്തിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഭയങ്കര വലുതായിട്ടാണ് അവർ വയ്ക്കുക, പക്ഷെ ഇവിടെ സാമാന്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വലുപ്പത്തിലാണ് ഇവരിത് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് ദി പ്രിപ്പറേഷൻ. പ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് പിങ്ക് #, കഫേയിൽ അവർ എന്ത് കറിയും പ്രിപ്പയർ ചെയ്യുന്നത്. സോ വാട്ട് ഡിഡ് യു ആഡ് റൈറ്റ് നൗ? ജീരകം, പെപ്പർ, ജീരകം, എള്ള് അതൊക്കെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്, ക്യാപ്സിക്കത്തിൻ്റെയും സവാളയുടെയും കൂടെ. ഇതും പ്രിപ്പയർ ചെയ്യുന്നത് പ്യുവർ ആയിട്ടുള്ള ഗീലാട്ടോ. വെജിറ്റബിൾസിൻ്റെ തന്നെ ഒരു ചോപ്ഡ് ഗ്രേവിയാണ് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് തക്കാളി കാണാം, സവാള കാണാം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. നേരത്തെ ചോപ്പ് ചെയ്തിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്തത് പേസ്റ്റ് രൂപത്തിലുള്ള ഗ്രേവിയാണ്. സോ സെയിം ഇൻഗ്രീഡിയൻസ്, ചോപ്ഡ് വൺസ് ആൻഡ് പേസ്റ്റ് വൺസ്. ഓക്കെ, അപ്പം സവാള തക്കാളിയൊക്കെ തന്നെ പേസ്റ്റ് ആയിട്ടുള്ളതും ചോപ്ഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഗ്രേവിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പനീർ അത്യാവശ്യം വലിയ വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്കും ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടായി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല ഫ്രഷ് ക്രീമും ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സംഭവം. ഓൾ റൈറ്റ്. So this is how you serve it, no? Wherever I see kadai paneer, it's been served in a small kadai like this. So that's like kadai. That's why it's called kadai paneer. Kadai paneer എപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞു ചട്ടിക്കകത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കാണാനായിട്ട്. All right, so next ദാൽ തഡ്ക. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദാൽ തഡ്ക്കയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ദാൽ തഡ്ക എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം ആദ്യം ഗീ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ ജീരകം ആഡ് ചെയ്തു, ഇപ്പം പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജീരകം, ഉണക്കമുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനം പ്യുവർ ഗീയിലിട്ടിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ചോപ്പ് ഗ്രേവിയാണ് വീണ്ടും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ തണുപ്പത്ത് ഈ തീരെടുത്ത് വെക്കുമ്പോൾ എനിക്കൊരു സുഖമുണ്ട് കഴിച്ചു. ഇവിടെ നമ്മുടെ മാമിന്, സോന മാമിന് മലയാളം ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. What did I say now? Sona ma'am keh rahi hai ki I can feel correct. You എന്താ ആഡ് ചെയ്ത്? What is this? ദാൽ. Okay. മിക്സ്. ദാൽ നല്ലോണം സ്മാഷ് ചെയ്തത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. 2-3 ഇത്ര വലിയ ആ ഒരു തവിയിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാൽ ആൻഡ് ജീരക സ്മെൽ ഇസ് കമ്മിങ്. നോ, നല്ല രീതിയിൽ ആ ദാലിൻ്റെ ആ ഒരു ജീരകത്തിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് ഫ്രഷ് ചില്ലി. ആൻഡ് ഇത് ആ റൊട്ടിയുടെ കൂടെ ബസിയെ ബഹുത് അച്ഛ കോമ്പിനേഷൻ റൊട്ടിക്ക് സാധന. റൊട്ടിയുടെ കൂടെ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആണ് ദാൽ തഡ്ക. ആ ദാലിൻ്റെ ക്ലംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഉടച്ച് കൊടുക്കുകയാണ് ഇപ്പം. അപ്പോൾ കട്ട കൂടി ഒന്നും ദാൽ കിടക്കില്ല, നല്ല സൂപ്പറായിട്ട് നല്ല ഗ്രേവി ആയിട്ട് കിടക്കും. ഇസ് ദർ എനി സ്പെഷ്യാലിറ്റി ഫോർ ദ ദാൽ യു യൂസ് ഇൻ ദിസ്? അവരിത് നല്ല രീതിയിൽ ഇതിനെ ബോയിൽ ചെയ്തിട്ടാണ് ഈ ദാൽ തഡ്ക ഉണ്ടാക്കാനായിട്ട്. അതായത് നല്ലോണം വേവിക്കും പരിപ്പ്, എന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ദാൽ തഡ്ക. ഇറ്റ്സ് റെഡി. ഓക്കെ, അങ്ങനെ ദാൽ തഡ്ക്കയും റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. എവറിഥിങ് ഇസ് റെഡി. നോ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റൊട്ടീൻ്റെ കൂടെയാണ്. നമ്മൾ മെയിൻ കോഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് റൊട്ടിയും കൂടെ വേണ്ടേ. ഓൾ റൈറ്റ്, സോ നമ്മൾ റൊട്ടീസ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലച്ച പൊറോട്ട. है ना? ലച്ച പൊറോട്ടയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ലച്ച പൊറോട്ട का इंग्रेडिएंट्स क्या है? Not much, like flour only. Okay. അപ്പോൾ പ്യൂർലി മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊറോട്ടയാണ് ലച്ച പൊറോട്ട. ആൻഡ് സെയിം പ്രിപ്പറേഷൻ മാനർ ലൈക്ക് തന്തൂരി. തന്തൂരി. ഓക്കെ. ഇതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഇതിൻ്റെ ഫ്ലോറിൽ വൈൻ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇവരിത് പ്രിപ്പയർ ചെയ്യുക. അപ്പം അത് സ്റ്റൊമക്കിനൊക്കെ വയറിനൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും. അപ്പോൾ ലച്ച പൊറോട്ടയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. തന്തൂരി ഇതിനകത്ത് വെച്ചിട്ടായിരിക്കും. what do you call this thing? തന്തൂർ. ഓക്കെ. അപ്പം ഈ തന്തൂരിലേക്ക് ആ റോട്ടി നിങ്ങൾക്ക് കാണാമല്ലോ, അകത്തേക്ക് ഇങ്ങനെ നല്ലപോലെ അങ്ങ് ചേർത്ത് പറ്റിച്ചു വയ്ക്കുകയാണ്. സോ ഒരു സമയം തന്നെ 10, 15, 20 എണ്ണം ഈ തന്തൂറിൻ്റെ അകത്ത് വെച്ച് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടത് കോമള പോലെ പൊങ്ങി വരുന്നുണ്ട് റൊട്ടി വെന്ത് നല്ല. സോ ഇതിൻ്റെ ബോത്ത് സൈഡ്സ് ആ കുക്ക്ഡ് അല്ലേ? ബോത്ത് ഓഫ് ദ സൈഡ്സ്. ഇതിങ്ങനെ വെക്കുമ്പം
ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ രണ്ട് സൈഡ് നല്ലപോലെ വെന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ, ലൈക്ക് നല്ല പൊന്തി വരുന്നുണ്ട്. മറ്റേതാണെങ്കിൽ മറ്റേ സൈഡ് വരെ ബ്രൗൺ ആയിട്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി നോർത്ത് ഇന്ത്യയിൽ ഇവർ മോസ്റ്റ്ലി സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവരധികവും ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ റൊട്ടീസ് ഉണ്ടാക്കുമ്പോൾ റൊട്ടീസ് മിക്കതും ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കണ്ട നല്ല നൈസായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. നല്ല ഹോട്ടായിട്ട് ഇപ്പോൾ ആ തന്തൂറിൽ നിന്ന് എടുത്തുകൊണ്ട് കുത്തിയെടുത്ത് കണ്ടില്ലേ ഓൾറെഡി. അപ്പം നമ്മുടെ മസാല റൊട്ടി അകത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വാട്ട് ആർ വി ഗോണ മേക്ക്? നാൻ. ഓക്കെ, ഇത് നമ്മുടെ കോൺഫ്ലോർ. ഓക്കെ, കോൺഫ്ലോർ വെച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ ക്ലാസിക് നാനാണ്. നാൻ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അപ്പോൾ ആ നാൻ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് കാണാം അത് വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നത്. ഐ തിങ്ക് നാൻ വിൽ ടേക്ക് കമ്പാരിറ്റീവ്ലി ലെസ് ടൈം ടു ഗെറ്റ് കുക്ക്ഡ്, റൈറ്റ്? ബിക്കോസ് ആസ് സൂൺ ആസ് യു കെപ്റ്റ് ഇറ്റ് ഐ കെൻ സീ ദറ്റ് ബബിൾസ് പോപ്പിംഗ് ഔട്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടുന്നുണ്ട്. കാരണം അപ്പം തന്നെ നമുക്ക് അതിനകത്ത് ബബിൾസ് കുമിളകൾ വന്നത് വേവുന്നത് കാണാൻ പറ്റും. And why do you make naan, comparatively bigger and not in a stretch? As possible as soon you can. എത്രയും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്രയും സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ്, പക്ഷെ ഞാനിപ്പോൾ വരുമ്പോൾ കണ്ടോ ഇങ്ങനെ കിടക്കുന്നത്. അതാണ്. അപ്പം നാനായിട്ടുണ്ട്, മസാല റൊട്ടി ആയിട്ടുണ്ട്, ലച്ച പറാട്ട ആയിട്ടുണ്ട്. അപ്പം ഈ 3 റൊട്ടീസാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് പുറത്തെടുത്തതിന് ശേഷമാണ് അതിനകത്തേക്ക് അവർ ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നത്. എവറിത്തിങ് യു ആഡ് ബട്ടർ, റൈറ്റ്? അപ്പോൾ ലച്ചൻ പൊറോട്ട അവർ നല്ലപോലെ കൈ വെച്ചിട്ട് നമ്മൾ സാധാരണ പൊറോട്ട അടിക്കുന്ന പോലെ ഇങ്ങനെ വെക്കുകയാണ്. സോ ദിസ് ഇസ് ഹൗ ദേ സെർവ് ഇറ്റ്. ഇവർ ഈ രീതിയിലാണ് നമുക്ക് സെർവ് ചെയ്ത് തരിക. സോ ഐ തിങ്ക് 3 റൊട്ടീസ് ആർ റെഡി. ഓക്കെ, സോ വിൽ ഹാവ് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ കോഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മെയിൻ കോഴ്സ് കഴിക്കാനുള്ള സമയമായി. അകത്ത് നമ്മുടെ ദാൽ തടുക്കയും കടായി പനീറും നവരത്തൻ കോർമ ഇത്ര സാധനങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ഇത് റൊട്ടിയും കൂട്ടിയിട്ട് പിടിപ്പിക്കാം. യെസ്, നമ്മുടെ മെയിൻ കോഴ്സ് ഡിഷസ് എല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ മാം, അപ്പം നമ്മൾ ആദ്യം ദാൽ തടുക്കയെന്നാണ് തുടങ്ങാൻ പോകുന്നത്. നല്ല ചൂട്, നല്ല ആവി പറക്കുന്ന ദാൽ തടുക്ക. ഓക്കെ, ദാൽ തടുക്ക വിത്ത് വിച്ച് റോട്ടി? നാൻ. ഓ യാ, ഷീ റിമെമ്പേഴ്സ്. മാം നോർമലി ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു നാനാണ് എൻ്റെ ഫേവറേറ്റ് എന്ന്. അപ്പം ഞാൻ ദാൽ തടുക്കയും നല്ല നാനും കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ് ഗൈസ്. കടായി പനീർ ഓൾസോ. ഓക്കെ, ഒരു പീസ് ഓഫ് കടായി പനീറും എനിക്ക് പാവം വിളമ്പി തരാം കേട്ടോ. ആ ജീരകത്തിൻ്റെ ഒക്കെ രുചി ഭയങ്കര. ഞാനാണെങ്കിൽ ഇതാ ഭയങ്കര ക്രിസ്പിയാണ്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ ദാൽ തടുക്കയിലേക്ക് ഇത്തിരി ലൈം പിഴിഞ്ഞ് ഒഴിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുകയെന്ന് പറയുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് 9 ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ ബേബി കോണിലാണ് പിടി കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേബി കോൺ ഇസ് മൈ ഫേവറേറ്റ്. മാം പറഞ്ഞ പോലെ തന്നെ മധുരവും എരിവും ഉപ്പും ചെറിയൊരു പുളിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. ആ ചെറിയൊക്കെ ആഡ് ചെയ്തില്ലേ, അതിൻ്റെ ഒരു മധുരവും പുളിയും ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ഒരു റിച്ച്നെസ് ഉണ്ട്. ഈ ക്രീം നിങ്ങൾ കണ്ടോ? അതായത് ക്രീം കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മധുരം കിട്ടും. വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസിന് പഞ്ചൻ ടേസ്റ്റ് നമുക്ക് കിട്ടും. മെസ്സി റോട്ടി ഓർ മസാല റോട്ടി. യാ, അപ്പോൾ കോണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള റോട്ടിയാണ്. സോ
when I came here, ma'am, I could see a lot of paintings and caricatures over here. Who's the artist? Yes, I'm You are the artist. ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഒരുപാടധികം കാരിക്കേച്ചർ പെയിൻറ്റിങ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു ആരാണ് അതിൻ്റെ പുറകിലുള്ള ആളെന്ന്. അപ്പോൾ സോനമാം തന്നെയാണ് അതിൻ്റെ പുറകിലുള്ള ആൾ. നമുക്കൊരു പെയിൻറ്റിങ്, യു ഹാവ് എ പെയിൻറ്റിങ് ടു ഷോ us? ശുദ്ധമായിട്ടുള്ള നെയ്യിലാണ് ഉണ്ടാക്കിയേക്കുന്നുണ്ട്. ഈ ലച്ഛ പൊറോട്ട ഭയങ്കര സോഫ്റ്റാണ് കണ്ടോ. പനീരിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വരാനും മാമിനെ പരിചയപ്പെടാനും ലൈക്ക് അവരുടെ ഒരു സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പം ഒരുപാട് സന്തോഷം. Can you understand what I'm doing? I'm very happy. Yeah, very happy. I came here. എന്തായാലും ഇവിടെ ഇതല്ലാതെ ഒരുപാടധികം കാഴ്ചകൾ വേറെ കാണാനുണ്ട്. പെട്ടെന്ന് ഞാൻ നിങ്ങളൊന്ന് ഓടി കാണിക്കാം. അതിന് മുമ്പ് ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ. ആക്ച്വലി ഈ കഫേയുടെ മുകളിൽ ഒരു ബോട്ടിൻ്റെ ആകൃതിയിലാണ് അവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, കപ്പിൾസൊക്കെ ഇവിടെ വരുമ്പം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടേ. അപ്പോൾ അതിന് സെൽഫി പോയിന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ കഫേയിൽ കുട്ടികൾ വന്നാലും മുതിർന്നവർ വന്നാലും എല്ലാവർക്കും ഉള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലവേഴ്സിന് വേണ്ടിയിട്ട് വെച്ചൊരു സംഭവമാണത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് സെൽഫി എടുത്തത് സെൽഫി പോയിന്റ് ആയിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. Halwai. What is halwa? Indian chefs. Oh. We are calling halwai. Halwai. So, നമ്മുടെ ഇന്ത്യയിലുള്ള ഷെഫ്സ് ഉണ്ടാക്കുന്ന. Every day they are making on store. So I just purchase it. You purchase it directly from them. Yeah. അതുകൊണ്ടാണ് ഭയങ്കര സോഫ്റ്റ്. ലൈക്ക് യുവർ പനീർസ് ആർ വെരി സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റ് പനീർസ് ആണ് ഇവരുടെ പനീർ. യാ, അത് ഡയറക്റ്റ് ആയിട്ട് അവർ വാങ്ങുന്നതാണ്. സോ നൈസ്, സോ നൈസ്. എന്തായാലും അടിപൊളി ഫുഡ്. സോ ഐ വിൽ ടെൽ സംതിങ്, യു ടെൽ ടു അവർ ഓഡിയൻസ്. എല്ലാവരും എല്ലാവരും ജയ്പൂർ വരുമ്പോൾ പിങ്ക് കഫേ വിസിറ്റ് ചെയ്യുക. ഓക്കെ, നന്ദി നമസ്കാരം. Thanks a lot. The food was amazing. Thank you for your time. Thank you so much. Okay. കൈ ഇങ്ങനെ പൊക്കിയിട്ട് നിൽക്കാൻ പറ്റില്ല ഗൈസ്, കാരണം പുറകിൽ ജാക്കില്ല. ഈ റോസിനെ വെച്ചിട്ട് നിങ്ങൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ത്രിവർണ്ണ പതാകയുണ്ട് സൈഡിൽ. അപ്പോൾ ഈ പതാകയായിട്ട് ഞാൻ പറയുകയാണ്, അറിയ രുചികളുടെയും കാണാ കാഴ്ചകളുടെയും അടുത്ത എപ്പിസോഡിൽ ഇന്ത്യയിലെ തന്നെ വൈവിധ്യമാർന്ന രുചികളും കാഴ്ചകളുമായിട്ട് ഈ മീനാക്ഷി വരുന്നത്. ഓക്കെ, ഇവിടെ നല്ല തണുപ്പ്, എനിക്കിത് കൂടുതൽ നിന്നിട്ട് ഭയങ്കര പറയാൻ പറ്റില്ല. എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെയും അയ്യോ കാറ്റ് കാറ്റേന്ന് വീശരുത് ഇപ്പോൾ. അപ്പോൾ ടാറ്റാ, സീ യു, ബൈ.